ശ്രീ പി ജയരാജൻ, നേരത്തെ വെൽഫെയർ പാർട്ടി അത് രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന ആ സംഘടനയെ അതിൻ്റെ പിന്തുണ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളവരാണ് CPM. അക്കാര്യം നേതാക്കൾ തന്നെ പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് വന്നപ്പോൾ നേരത്തെയുള്ള ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ പിന്തുണ സ്വീകരിച്ചിരുന്നവർ പിന്നീട് അതിനെ തള്ളിപ്പറയുന്നത് ശരിയായ നടപടിയാണ്? ഇവിടെ ഏങ്കർന്ന നിലക്ക് താങ്കൾ അവതരിപ്പിക്കുന്നത് തന്നെ തെറ്റായ നിലയിലാണ്. തരാതരം പോലെ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചു എന്ന ആക്ഷേപമാണ് താങ്കൾ ആദ്യം ഉന്നയിച്ചിട്ടുള്ളത്. താങ്കൾക്ക് മുൻവിധി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മതരാഷ്ട്രവാദികളെ ഒരു ഘട്ടത്തിലും കൂട്ടുകൂടിയിട്ടില്ല. അത് ഉറപ്പിച്ചു പറയാൻ പറ്റും. പക്ഷേ അവരുടെ RSSന്റെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറഞ്ഞു വരട്ടെ. ജമാഅത്തെ ഇസ്ലാമി അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചർച്ച വഴിതെറ്റിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ സമയം തരണ്ടേ? പറയൂ. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പ്രാദേശികമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടിയിരിക്കുന്നു എന്നാണ് ലീഗിൻ്റെ നേതാവ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് RSSനും ബാധകമാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയം കാണേണ്ടതില്ല, അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് VD സതീശൻ പറയുമ്പോൾ അങ്ങനെ വല്ല വാക്കും CPM-ൻ്റെ ആരുടെ ഭാഗത്തു നിന്നെങ്കിലും RSSഉം ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന വാക്ക് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഏങ്കറായിട്ടുള്ള താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ RSSഉം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തൂവൽ പക്ഷികളാണ്. അവർ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാത്തവരാണ്. ആ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാതെ അവർ ദൈവീക ഭരണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും ധർമാധിപത്യം, ജനാധിപത്യത്തിന് പകരം ധർമാധിപത്യമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു. അത്തരം ശക്തികളെ കൂട്ടുപിടിക്കാമോ മതനിരപേക്ഷവാദികളായിട്ടുള്ള പാർട്ടികൾ? ഇതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അതിന് താങ്കൾ മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. തരാതരം പോലെ എല്ലാവരെയും കൂട്ടിയില്ല, ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ഉറപ്പിച്ചു പറയാൻ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.